എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതുപോലൊരു ലേബൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതുപോലെ ലേബൽ മാത്രമല്ല, നമുക്കിതിൻ്റെ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള ലേബലൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ ഒരു സാലറി സ്ലിപ്പ് നമ്മളിങ്ങനെ 1000, 2000 സാലറി സ്ലിപ്പുകളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ഗ്ലോബൽ സാലറി സ്ലിപ്പ്. അപ്പം ഇത് ഒരാളുടെ സാലറി സ്ലിപ്പാണ്. അങ്ങനെ നമുക്ക് ഒരു 1000 സാലറി സ്ലിപ്പ് അറ്റ് എ ടൈം നമുക്ക് വ്യൂ എടുത്തിട്ട് ഇവിടെ സ്ലൈഡ് ടു സ്ലൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തമ്പനയിൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പഠിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ 1000, 2000 എംപ്ലോയീസിന് എങ്ങനെയാണ് സാലറി സ്ലിപ്പൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ പാർട്ട് 9 പോയി കാണണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഒരു സാലറി സ്ലിപ്പൊക്കെ ഇങ്ങനെ ലോട്ടായിട്ട് നമ്മൾ എടുക്കുന്ന അറ്റ് എ ടൈം നമുക്ക് എത്ര സാലറി സ്ലിപ്പ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് ഓരോരുത്തരുടെ കയ്യിൽ നമ്മൾ എത്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എത്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും സാലറി ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ഈ നിശാന്ത് എന്ന് പറഞ്ഞ ആൾക്ക് നമുക്കൊരു എൻവലപ്പിൽ സ്റ്റിക്കർ ഒട്ടിച്ചാണ് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മെയിൽ അയച്ച് കൊടുക്കാൻ പറ്റും, പക്ഷേ ചിലർക്ക് സ്റ്റിക്കർ അയച്ചു കൊടുക്കണമെന്ന് ചില കമ്പനിയിലൊക്കെ നമുക്ക് പോളിസി ഉണ്ടാവും. അവരുടെ സിസ്റ്റം അങ്ങനെ ആയിരിക്കും. എല്ലാവരുടെ സാലറി സ്ലിപ്പും എൻവലപ്പിൽ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ് കൊടുക്കുക പതിവ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും എംപ്ലോയിയുടെ സ്റ്റിക്കർ ആദ്യം പ്രിൻ്റ് എടുക്കുക, പിന്നെ എൻവലപ്പ് വാങ്ങിക്കുക, അതിനകത്ത് ഓരോരുത്തരുടെ അഡ്രസ്സ് നമ്മൾ ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയണം. അതെങ്ങനെയാണ് ചെയ്യുന്നതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മൈക്രോസോഫ്റ്റ് എക്സൽ സ്റ്റാർട്ട് ചെയ്യണം. ഇത് കണ്ടോ, എക്സൽ എന്നുള്ളത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇത് മൈക്രോസോഫ്റ്റ് എക്സലാണ്. എക്സലാക്കിയിട്ട് ഇത് ഓർമ്മയുണ്ടല്ലോ, ഇത് നമ്മുടെ സാലറി ഷീറ്റ്. പിന്നെ അടുത്ത് നമ്മൾ എന്താ ഉണ്ടാക്കിയത്? ഒരു സാലറി സ്ലിപ്പ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഈ സാലറി സ്ലിപ്പ് നമ്മൾ മെർജ് ചെയ്ത് മൈക്രോസോഫ്റ്റ് വേർഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ 1000, 2000 നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തു, അല്ലേ? സാലറി സ്ലിപ്പിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതെങ്ങനെയാണ് ഇതുപോലെ ലേബലായിട്ട് നമുക്ക് ആ സാലറി സ്ലിപ്പിന് ഓരോരുത്തരുടെ അഡ്രസ്സും നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളൊരു എംപ്ലോയിയുടെ അഡ്രസ്സ് എക്സലിൻ്റെ അടുത്ത ഷീറ്റ് എടുക്കണേ. നമ്മൾ ഈ ഷീറ്റ് സാലറി ഷീറ്റ്, ഇത് പേ സ്ലിപ്പ്, അടുത്ത് നമ്മൾ എംപ്ലോയിയുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞ ഒരു ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അതിന് പേര് കൊടുക്കണം. എംപ്ലോയി അഡ്രസ്സ് നമ്മുടെ പേര് കൊടുത്തിട്ട് നമ്മൾ എംപ്ലോയിയുടെ നെയിം, അവരുടെ അഡ്രസ്സ്, അവരുടെ പ്ലേസ്, വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ, എന്തെല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുക. ഞാനിപ്പം അഡ്രസ്സ് പോസ്റ്റ് നമ്പറാണ് കൊടുത്തേക്കുന്നത്. അപ്പം എംപ്ലോയി നെയിം, അഡ്രസ്സ്, പ്ലേസ് എന്നിട്ട് നമ്മളിങ്ങനെ നമ്മളിവിടെ വെച്ച ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ എക്സലിൻ്റെ ഫയലിൻ്റെ നെയിം എന്താണ്? സാലറി സ്ലിപ്പ്. മറക്കരുത്. എംപ്ലോയിയുടെ അഡ്രസ്സ് എന്നുള്ളത് നമ്മളൊരു പുതിയൊരു ഷീറ്റ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് എംപ്ലോയിയുടെ അഡ്രസ്സ് ഞാൻ എന്തുമാത്രം അഡ്രസ്സ് അടിച്ചിട്ടുണ്ട് ഉണ്ടോ? കുറേ അഡ്രസ്സ്, ഇത്രയും അഡ്രസ്സാണ് എനിക്ക് എംപ്ലോയിയുടെ അഡ്രസ്സ് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇത്രയും അടിച്ച് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്യണം കേട്ടോ. സേവ് ചെയ്ത് വെച്ചിട്ട് മൈക്രോസോഫ്റ്റ് വേർഡിൽ പോകണം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതുപോലുള്ള സ്റ്റിക്കർ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ എടുക്കുക. പുതിയ സ്റ്റിക്കർ ഉണ്ടാക്കാൻ പോവാണേ. ഫയലെടുത്തു, ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കുക. നമ്മളിവിടെ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തു. അപ്പോൾ നമുക്ക് പുതിയൊരു ഷീറ്റ് കിട്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ മെയിലിംഗ് കണ്ടില്ലേ, നമ്മൾ മെയിലിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. എന്നിട്ട് എടുക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ലെറ്റർ, ഇമെയിൽ, എൻവലപ്പ്, ലേബൽ. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ലേബൽ എടുക്കണം. എടുത്തിട്ട് നെക്സ്റ്റ് എന്ന് പറയണം. അത് കഴിഞ്ഞ് ചോദിക്കും എന്താണ് ലേബലിൻ്റെ ഓപ്ഷന്, സെറ്റിങ്. ആ ലേബലിൻ്റെ സെറ്റിങ് എത്ര സൈസ് ഒക്കെ എടുക്കുന്നതിനാണ് നമ്മളിവിടെ ലേബൽ ഓപ്ഷൻ എടുത്തു. അന്നേരം ചോദിക്കുന്നു, നമ്മുടെ കണ്ടില്ലേ ഏത് സൈസാണ് നമുക്ക് ലേബലിന് വേണ്ടത്. അപ്പം ഇത് കണ്ടോ, മൾട്ടി പർപ്പസ് ട്രേ, മൈക്രോസോഫ്റ്റ്, പിന്നെ 30 പെർ പേജ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. എന്നാലും ഒന്ന് നോക്കിക്കോണം ഇത് കറക്റ്റാണോ. അപ്പോൾ 30 പെർ പേജ് എന്ന് അർത്ഥം എന്തുവാ? ഒരു സ്റ്റിക്കർ, ഒരു പേപ്പറിൽ 30 ലേബൽ ഉണ്ടാവും. അതാണ് 30. ഒരു പേജിൽ
30 ലേബലുണ്ടാവും, സ്റ്റിക്കർ ഉണ്ടാവും. അതാണ് 30 പെർ പേജ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോണം. പേപ്പറിൻ്റെ സൈസ് 8.5 ആൻഡ് 11. എന്നിട്ട് നമ്മളൊന്ന് ഓക്കെ പറയാം. ഇതൊന്നും അടിച്ചു കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കുക, ഇതെല്ലാം ശരിയാണോ നോക്കുക, എന്നിട്ട് ഓക്കെ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ലേബൽ കിട്ടിയില്ലേ, കണ്ടോ, ഓരോ സ്റ്റിക്കറാണ് കിട്ടിയത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ നെക്സ്റ്റ് എന്ന് പറയണം. ഇവിടെ ഇത് കണ്ടോ, നെക്സ്റ്റ് പറയാം. പിന്നെ ബ്രൗസ് എന്നൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ ബ്രൗസ് എടുക്കുക. ബ്രൗസ് എടുത്തിട്ട് നമ്മുടെ ഫയൽ നെയിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു ഡെസ്ക്ടോപ്പിലെ ഞാനിവിടെ സാലറി സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട്, ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തു, എന്നിട്ട് ഓപ്പൺ പറഞ്ഞു. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ചോദിക്കുന്നു ഏത് ഷീറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ എംപ്ലോയിയുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഷീറ്റ്. എന്നിട്ട് ഓക്കെ പറയാം. ഓക്കെ പറഞ്ഞു. പിന്നെ ചോദിക്കുന്നു എന്തെങ്കിലും ചേഞ്ചസൊക്കെ വരുത്തണമെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് വരുത്താം. ഒന്നും പറയുന്നില്ല, ഓക്കെ എന്ന് പറയാം. ഇത്ര മനസ്സിലായല്ലോ. ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കണ്ടില്ലേ ഇൻസെർട്ട് മെർജ് ഫീൽഡ് എന്നൊരു ബട്ടണുണ്ട്, അവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് എംപ്ലോയിയുടെ നെയിം എടുക്കുക. കണ്ടോ, എംപ്ലോയി നെയിം എൻ്റർ, ഇവിടെ വന്നിട്ട് അഡ്രസ്സ് എൻ്റർ, ഇവിടെ വന്നിട്ട് പ്ലേസ്. കേട്ടോ, ഈ 3 നമ്മൾ എടുത്തു. ഇപ്പോൾ ഇവിടെ 3 ഉള്ളൂ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇത്രയും സെലക്ട് ചെയ്തിട്ട് ഇവിടെ അതിനെ കുറച്ചുകൂടെ ഞാൻ സൈസൊക്കെ ഒന്ന് കൂട്ടി അതിനൊന്ന് സെൻറ്റർ ചെയ്തു. അതെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം. എന്നിട്ട് മെയിലിങ്ങിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ഡേറ്റ് ലേബൽസ് എന്ന് പറയണം. അപ്ഡേറ്റ് ലേബൽസ്. അപ്പോൾ ഇതിനകത്തെല്ലാം അത് അപ്ഡേറ്റായി കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത് കണ്ടില്ലേ പ്രിവ്യൂ റിസൾട്ട് എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അവിടെ അടിച്ച ആ ഹെഡിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നു കണ്ടോ, എല്ലാം ഇവിടെ വന്നു. ഇനി എന്ത് ചെയ്യണം, ഈ പ്രിവ്യൂ റിസൾട്ട് കഴിഞ്ഞിട്ട് ഇതുവരെ നമുക്ക് മെർജായിട്ടില്ല. മെർജാകണമെങ്കിൽ ഫിനിഷ് ആൻഡ് മെർജ് എന്നുള്ളിടത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതെടുക്കണം, എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് എടുക്കുക, ഓക്കെ പറയാം. ഓക്കെ പറയുമ്പോൾ ഇപ്പോൾ കണ്ടോണം എല്ലാം മെർജായിട്ടുണ്ട് കണ്ടോ. എത്ര പേജ് വേണോ അതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കാണണമെങ്കിൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബോർഡർ ഞാൻ ഇച്ചിരി വലുതാക്കി കാണിച്ചു തരാം. ഇത് പ്രിൻ്റ് വരത്തില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഉണ്ടോ. അപ്പോൾ എന്താണ്, എല്ലാം ഓരോരോ ലേബലാണ് കണ്ടോ, ഓരോരോ ഇത് അതിന് ഞാൻ എടുത്തില്ല. അങ്ങനെ ഓരോ ലേബലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇത് സ്റ്റിക്കർ എടുക്കുക. സ്റ്റിക്കർ നമ്മൾ പ്രിൻ്ററിൽ കളർ പ്രിൻ്റർ ആണെങ്കിൽ നമ്മൾ കളർ പ്രിൻ്റർ വെക്കുക, സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുക. അപ്പോൾ 30 സ്റ്റിക്കറായിരിക്കും ഒരു പേജിൽ. അങ്ങനത്തെ സ്റ്റിക്കർ വാങ്ങിക്കണം. എന്നിട്ട് നമ്മൾ പ്രിൻ്ററിൽ ഇത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ലേബൽ പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് വേറൊരെണ്ണമുണ്ട്. ഇത് നമ്മൾ ഫോർമലായിട്ടുള്ള ഓഫീസിലൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്കല്ലാതെ നമുക്ക് പേഴ്സണലായിട്ടുള്ള കാര്യത്തിനൊക്കെ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇതുപോലൊരു ലേബൽ. ഇത് കണ്ടില്ലേ, ഇത് ഒരു ലേബലാണ്. പക്ഷേ ഇതൊരു കളർഫുള്ളാണ്. നമുക്ക് കുട്ടികളുടെ ബുക്കിലൊക്കെ നമുക്ക് ഒട്ടിക്കാനും പിന്നെ നമ്മുടെ ഈ ഫോൾഡർ ഫയലൊക്കെ ഉണ്ടല്ലോ നമുക്ക് അതിനകത്ത് ഒട്ടിക്കാനും അങ്ങനെ ഒരുപാട് ആവശ്യത്തിന് നമുക്ക് ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലുള്ള സ്റ്റിക്കർ എങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഫയൽ എടുക്കുക. എന്നിട്ട് കണ്ടില്ലേ ബ്ലാങ്ക് എടുക്കരുത്, ന്യൂ എന്ന് പറയണം. നമ്മൾ ന്യൂ എന്ന് പറയാം. ന്യൂ പറഞ്ഞിട്ട് ഇതെല്ലാം സ്റ്റിക്കറാണ്. അതോ ഇനി കൂടുതൽ സ്റ്റിക്കർ വേണമെങ്കിൽ ഈ സെർച്ചിൽ വന്നിട്ട് ഈ ടെംപ്ലേറ്റ് പറഞ്ഞേ, പിന്നെ ലേബൽസ് എന്ന് അടിച്ചു കൊടുക്കുക. ലേബൽ അടിച്ചു കൊടുക്കുമ്പോൾ കുറേ ലേബൽസ് വരും കേട്ടോ. ഇതെല്ലാം ലേബലാണ്. എല്ലാം കണ്ടോ, ഇഷ്ടംപോലെ ലേബലുണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ ലേബൽ എടുത്തിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതെടുക്കുക. ഞാൻ ഇപ്പോൾ ഇതാണ് എടുക്കുന്നത് കേട്ടോ. ഇതെടുക്കുന്നത് നമുക്ക് കുറച്ച് വലുതായിട്ട് കാണും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഈ ലേബൽ എടുത്തിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ലേബൽ നമുക്ക് കിട്ടി. ഈ ലേബൽ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ കാണുന്ന ഇത് നമുക്ക് വേണ്ടായല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പാടൊന്നുമില്ല, പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും.
ഇങ്ങനെ നമ്മൾ ഈ ലേബലിൻ്റെ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മെയിലിംഗ് എടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് മെയിൽ മെർജ് എടുത്തു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് കണ്ടില്ലേ, നമ്മളതൊന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ലേബലെന്നെടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ നെക്സ്റ്റ് എന്ന് പറയണേ, ലേബലെടുത്തു, നെക്സ്റ്റ് എന്ന് പറയണം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, ചേഞ്ച് ദ ഡോക്യുമെൻറ്റ്. ചേഞ്ച് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഇത് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല ഇതെടുക്കുമ്പോൾ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലേഔട്ട് ചേഞ്ച് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇന്നാക്റ്റീവായിട്ട് കിടക്കുന്നുണ്ട്, യൂസ് ദ കറണ്ട് ഡോക്യുമെൻറ്റ്. ഇതാണ് നമുക്ക് ആക്ടിവേറ്റ് ആവേണ്ടത്. ആക്ടിവേറ്റ് ചെയ്താലേ നമുക്ക് ഈ ടെംപ്ലേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആക്ടിവേറ്റ് ആകണമെങ്കിൽ ഞാൻ ചെയ്യുന്നത്, നമ്മൾ മെയിലിങ്ങിൽ ഈ സ്റ്റാർട്ട് മെയിൽ മെർജ് കണ്ടില്ലേ, ഇവിടെ ഒന്ന് എടുത്തിട്ട് ഞാൻ ഇവിടെ ലേബിൾ എന്നുള്ള ഞാനൊന്ന് ക്ലിക്ക് ചെയ്യും. ഈ 4th ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതെടുക്കരുത്, ക്യാൻസൽ എന്ന് പറയണം. ക്യാൻസൽ പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഓൺ ആയില്ലേ, ഇവിടെ ആക്റ്റീവായി. മനസ്സിലായല്ലോ? ഇവിടെ വന്നിട്ട് ലേബൽ എടുക്കുക, എന്നിട്ട് ക്യാൻസൽ എന്ന് പറയുമ്പോൾ ഇത് ഓൺ ആവണം. ഓൺ ആയിട്ടാലേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് അടുത്ത ബ്രൗസ് എടുക്കണം. ബ്രൗസ് എടുത്തിട്ട് നമ്മുടെ ഫയൽ നെയിം എവിടെയാണോ നമ്മുടെ ഫയൽ നെയിം കിടക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഏതാണ്? സാലറി 1 അല്ലേ, സാലറി സ്ലിപ്പ് 1. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് ഓക്കെ പറഞ്ഞു. അപ്പോൾ ചോദിക്കും എവിടെ നമ്മുടെ അഡ്രസ്സ് കിടക്കുന്നത്, എംപ്ലോയിയുടെ അഡ്രസ്സ് എടുക്കുക, ഓക്കെ പറയുക. അത്രയും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഓക്കെ എന്ന് പറയുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസെർട്ട് മെർജ് ഫീൽഡ് എടുത്തു. അതുകൊണ്ട് എംപ്ലോയിയുടെ നെയിം നമ്മളിവിടെ എടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ വന്നിട്ട് അഡ്രസ്സ് ഒരു എൻ്റർ അടിച്ചു. പിന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഇവിടെ പ്ലേസ് എടുത്തു. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി വലുതാക്കാം അല്ലേ. അതിനെ വേണേൽ സെൻറ്റർ ചെയ്യാം. സെൻറ്റർ ചെയ്തു. വേണമെന്നെങ്കിൽ നമുക്ക് ഈ ഭാഗം മാത്രം ഒന്ന് റെഡ് കളറാക്കാം. ഇത്രയൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നമ്മൾ മെയിലിങ്ങിൽ വന്നിട്ട് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ലേബൽസ് എന്ന് പറയണം. അപ്പോൾ എന്താണ്, എല്ലാത്തിലും അപ്ഡേറ്റായി. ഈ അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്തെടുക്കണം, പ്രിവ്യൂ റിസൾട്ട് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അഡ്രസ്സ് ഇവിടെ വന്നതേ ഉള്ളൂ, മെർജായിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഫിനിഷ് ആൻഡ് മെർജ് കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓളെന്ന് പറയുക, എന്നിട്ട് ഓക്കെ എന്ന് പറയുക. ഇപ്പോൾ കണ്ടോണം എല്ലാം മെർജ് ചെയ്തു. ഇനി എത്ര പേജ് വേണമെങ്കിലും എത്ര സ്റ്റിക്കർ വേണമെങ്കിലും നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അത് കാണണമെങ്കിൽ നമ്മൾ വ്യൂ എടുത്തു, സൈഡ് ടു സൈഡ് കണ്ടില്ലേ, ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് തമ്പനയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഒരു ലേബൽ 1 2 3 4 5 ഇപ്പോൾ 6 7 ലേബൽ കിട്ടി. നമ്മൾ എത്ര അഡ്രസ്സ് ഉണ്ടോ അതനുസരിച്ച് ലേബൽ നമുക്ക് കളർ പ്രിൻ്റർ ഉണ്ടെങ്കിൽ കളറായിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാം. എന്നിട്ട് നമ്മൾ ബുക്കിലോ ഫയലിലോ ഒക്കെ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റും. വളരെ യൂസ്ഫുള്ളാണ്. കമ്പനിയിലൊക്കെ നമ്മൾ കൈകൊണ്ട് എഴുതുന്നതിനേക്കാട്ടിലും നല്ലതാണ്. സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാവത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് എഴുതി നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ സ്റ്റെപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ക്രിയേറ്റ് ലേബിൾസ്, എങ്ങനെയാണ് ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാ ആദ്യം എന്ത് ചെയ്യണം, ഇച്ചിരി കൂടെ ഒന്ന് വലുതാക്കട്ടെ. ആദ്യം എന്താ ചെയ്യേണ്ടത്, ക്രിയേറ്റ് കീപ്പ് ഇറ്റ് റെഡി ഫോർ എക്സൽ സാലറി ഷീറ്റ് എക്സലിൽ പോയിട്ട് നമ്മൾ സാലറി ഷീറ്റ് എടുത്തിട്ടുണ്ടല്ലോ, അതിൽ എംപ്ലോയിയുടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കണം. സാലറി ഷീറ്റിൻ്റെ ഒരു ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു ഫയൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, സാലറി സ്ലിപ്പ്, ഡേറ്റ, ഇങ്ങനെയുള്ള ഫയൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് സ്റ്റെപ്പ് നമ്മൾ സാലറി ഷീറ്റ് നമ്മൾ ആ ഫയൽ നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ഇറ്റ് റെഡി നമ്മൾ റെഡിയാക്കി വെക്കണം, സേവ് ചെയ്ത് വെക്കണം. പിന്നെ MS Word പോകണം, മെയിലിംഗ് എടുക്കണം, സ്റ്റാർട്ട് മെയിൽ മെർജ്, ഇവിടെ മെയിലിംഗ് എടുക്കണം, സ്റ്റാർട്ട് മെയിൽ മെർജ് എടുക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിസാർഡ് എടുക്കണം. അടുത്ത് നമ്മളെടുക്കുമ്പോൾ ലേബൽ എന്ന് പറഞ്ഞ ഒരു കാര്യം ചോദിക്കും, ലേബൽ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പറയുക. വലുതാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ വലിയ പാടാണ്. ലേബൽ എടുക്കണം. നെക്സ്റ്റ് ലേബൽ ഓപ്ഷൻ. അത് കഴിഞ്ഞ് മൈക്രോസോഫ്റ്റ് എന്നെടുക്കണം, 30 പെർ പേജ് എടുക്കണം, നെക്സ്റ്റ് പറയണം. അത് കഴിഞ്ഞ് ബ്രൗസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. പിന്നെ സെലക്ട് നെയിം ഓഫ് ദ ഫയൽ, ആ ബ്രൗസിൻ്റെ എടുക്കലാണ് നമ്മൾ എക്സലിൻ്റെ ഫയൽ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് എംപ്ലോയിയുടെ അഡ്രസ്സ് നെക്സ്റ്റ് പറഞ്ഞു. പിന്നെ ഇൻസെർട്ട് മെർജ് ഫീൽഡ് എടുക്കണം. എന്നിട്ട് ഇവിടെ
പിന്നെ സെലക്ട് ഓൾ ദ ഫീൽഡെല്ലാം സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് ലേബിൾസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ എന്തെടുക്കണം, പ്രിവ്യൂ റിസൾട്ട് എന്നുള്ളത് എടുക്കണം. പിന്നെ നമ്മൾ ഫിനിഷ് ആൻഡ് മെർജ് എടുക്കണം. പിന്നെ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്പ് വരും. അടുത്ത നമ്മൾ ഈ കളർഫുള്ളായിട്ടുള്ള ലേബൽ എങ്ങനെയാണ് ടെംപ്ലേറ്റ് പ്രിൻ്റ് എടുക്കുന്നത്. ഇത് കളർഫുള്ളായിട്ടുള്ള ലേബലാണ് ഇതിൻ്റെ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നല്ലതാണ്. നമുക്ക് ഓരോ ബുക്കിലൊക്കെ ഒട്ടിക്കാനൊക്കെ നമുക്ക് തന്നെ ഒരുപാട് ഡയറികളും ബുക്കുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് നമുക്ക് നോക്കാം. വേണ്ട, ഫയൽ ന്യൂ. ആദ്യം നമ്മൾ ഫയൽ എടുക്കുക, ന്യൂ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ദ ടെംപ്ലേറ്റ്. ന്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫയല് ന്യൂ എടുക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമുക്ക് ഈ ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഓൾ ദ ടെക്സ്റ്റ്. അതിനകത്ത് ടെക്സ്റ്റ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ഇവിടെ മെയിലിംഗ് എടുക്കുക, സ്റ്റാർട്ട് മെയിൽ മെർജ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിസാർഡ് ഇവിടെ വന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിസാർഡ് എടുത്തു. അവിടെ നമ്മൾ ലേബൽ എടുക്കണം. പിന്നെ യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എടുക്കണം. പിന്നെ ബ്രൗസ് എന്നൊരു സാധനം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഇൻസെർട്ട് മെർജ് ഫീൽഡ് എന്നുള്ള സെലക്ട് ചെയ്യണം. പിന്നെ ചൂസ് ഓൾ ദ ഫീൽഡ്, നമ്മളിവിടെ വന്നിട്ട് ആ ഫീൽഡെല്ലാം സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ലേബിൾസ് എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് പ്രിവ്യൂ റിസൾട്ട്, ഇവിടെ വന്ന് പ്രിവ്യൂ റിസൾട്ട്. അത് കഴിഞ്ഞ് ഫിനിഷ് ആൻഡ് മെർജ് എടുത്തിട്ട് എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് നിങ്ങളൊന്ന് നോക്കിയിട്ട് അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. അല്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ സ്റ്റെപ്പ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ എക്സലിൽ പോയപ്പോഴും ഒരു കാര്യം അറിയണം. നമ്മൾ ഈ അഡ്രസ്സ് അടിച്ചപ്പോൾ ഇതിൻ്റെ മേളിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇവിടെ മേളിൽ മെർജിങ്ങോ അല്ലെങ്കിൽ സ്പേസ് അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആദ്യം അതിനെ ഫോർമാറ്റ് ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് അഡ്രസ്സ് മാത്രം അടിച്ചിടുക. അതുപോലെ ഈ സാലറി സ്ലിപ്പിലും നിങ്ങൾ ഈ ഹെഡിങ് ഒന്നും അടിക്കാൻ പാടില്ല കേട്ടോ. മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മേളിൽ ഒരു ഡിസ്റ്റർബൻസും പാടില്ല. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം ഡൗട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പാർട്ടിലുണ്ടല്ലോ, പാർട്ട് 1, പാർട്ട് 7 ഞാൻ സാലറി ഷീറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാർട്ട് 8 സാലറി സ്ലിപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പാർട്ട് 9 അത് മെർജ് ചെയ്തിട്ട് നമ്മളെങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇന്ന് പാർട്ട് 10 ലേബൽ പ്രിൻറ്റിങ് എങ്ങനെയാണ് ലേബൽ പ്രിൻറ്റ് ചെയ്ത് മെയിൽ മെർജോട് കൂടി എങ്ങനെയാണ് ലേബൽ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 7ഉം 8ഉം 9ഉം 10ഉം ഇതെല്ലാം കണ്ടിന്യൂഷനാണ്. ഇതെല്ലാം ഒന്ന് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.